ചില പ്രണയങ്ങൾ മരണം കൊണ്ടും അവസാനിക്കുന്നില്ല. അവ ശ്വാസമായി ഓരോ നിമിഷവും ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കും. പൂക്കളും വാഗ്ദാനങ്ങളും കവിതകളുമൊന്നും ഭാഷയായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. ഏറ്റവും ആഴമുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥ. അത് ആരംഭിച്ച നിമിഷം മുതൽ അവർ ഒരുമിച്ച് ശ്വാസമെടുത്തു. ഒരാൾ മറ്റൊരാളുടെ ചിരിയുടെ കാരണമായി, മൗനത്തിൻ്റെ അർത്ഥമായി, വേദനയിൽ കരുത്തായി. അമ്മയുടെ മടിയിലും അച്ഛൻ്റെ തോളിലുമായി ആ മക്കൾ വളർന്നു. അമ്മ അവർക്ക് സുരക്ഷയായിരുന്നു, ശാന്തതയായിരുന്നു, കരുതലായിരുന്നു, നിശബ്ദമായ പ്രാർത്ഥനയായിരുന്നു, ലോകം തന്നെയായിരുന്നു. വാക്കുകൾ പറയാതെ മനസ്സുകൾ വായിക്കുന്ന, വിശപ്പും വേദനയും പേടിയും ഒരു നോക്കിൽ തന്നെ മനസ്സിലാക്കുന്ന അമ്മ. 2016 ഡിസംബർ 16, 52-ാമത്തെ വയസ്സിൽ ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞു. 3 മക്കളെയും നെഞ്ചോട് ചേർത്ത് അയാൾ എല്ലാം സഹിച്ചു. പരാതികളില്ലാതെ ജീവിതത്തിൻ്റെ ഭാരം തോളിലിട്ടു. ഭാര്യയെ നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ പുറത്തു നിശബ്ദനാകും, പക്ഷേ ഉള്ളിൽ ഒരു ലോകം തകർന്നു വീഴും. ഒരുമിച്ച് മക്കളുടെ കൈപിടിച്ച് വയസ്സാകേണ്ടുന്ന കാലത്ത് ഒരു മനുഷ്യൻ്റെ പകുതി മണ്ണിനടിയിൽ പോകുമ്പോൾ അവശേഷിക്കുന്നത് ശ്വാസമായി ജീവിക്കുന്ന ഓർമ്മകളാണ്. വാക്കുകളില്ലാത്ത വേദനയാണ്, നിശബ്ദമായി കരയുന്ന ജീവിതമാണ്. പിന്നെയും അയാൾ ജീവിച്ചു, കാരണം 3 കുഞ്ഞു ഹൃദയങ്ങൾ അയാളുടെ ശ്വാസമായിരുന്നു. മക്കളുടെ മുഖത്ത് അയാൾ ഭാര്യയെ കണ്ടു. അവരുടെ ചിരിയിൽ അവളുടെ ശബ്ദം കേട്ടു. അവരുടെ നടപ്പിൽ അവളുടെ ശീലങ്ങൾ കണ്ടു. അവരുടെ കണ്ണീരിൽ അവളുടെ ഹൃദയം കണ്ടു. കോലിയക്കോട്ടെ കിളിത്തട്ട് തറവാട്, പുരാതന നായർ കുടുംബത്തിൻ്റെ അഭിമാനവും ആത്മഗൗരവവും ശ്വാസമായി നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. ശേഖരപിള്ള വെറുമൊരു വ്യക്തിയല്ലായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് സംരംഭത്തിന് പണം നൽകിയ ആദ്യ 10 പേരിൽ ഒരാളായിരുന്നു. കോഫി ഹൗസിൻ്റെ ആദ്യ പ്രസിഡൻ്റായി. സാമൂഹ്യനീതിയുടെ സ്വപ്നങ്ങൾക്ക് ഭാഷ നൽകിയ മനുഷ്യൻ. ഈ പ്രദേശം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരോട്ടമുള്ള മണ്ണാണ്. വിപ്ലവത്തിൻ്റെ ജ്വാലകൾ മനസ്സിൽ തീ കൊളുത്തിയ കാലം. നീതിക്കും സമത്വത്തിനുമായി ജീവിതം തന്നെ സമർപ്പിച്ച തലമുറ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സരസമ്മ. കുളത്തൂരിലെ പുരാതനമായ മംഗ്ലാവിൽ കുടുംബത്തിലെ അംഗം. 8 വീട്ടിൽ പിള്ളമാരുടെ തായ് വഴികളിൽ ഒന്നിൽ നിന്നുള്ള കരുത്തുറ്റ സ്ത്രീ. സജീവമായ കമ്മ്യൂണിസ്റ്റ് സഹയാത്രിക. പാർട്ടിയുടെ കുടുംബ സദസ്സുകൾക്ക് കിളിത്തട്ട് പുത്തൻ വീട് ഒരു ആശ്രയമായി മാറി. വിപ്ലവ ചിന്തകൾ അവിടെ സംവദിച്ചു. സ്വപ്നങ്ങൾക്ക് അവിടെ ജീവൻ പിടിച്ചു. 4 മക്കളായിരുന്നു ശേഖരപിള്ളയ്ക്ക്. മൂത്തയാൾ ഗിരീശൻ, പിന്നെ കുസുമം, ശ്രീലത, ലേഖ. ഒരു വലിയ കുടുംബത്തിൻ്റെ ചൂടും ശബ്ദവും സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു വീട്. കുസുമത്തിൻ്റെയും രാജേന്ദ്രൻ്റെയും മകനാണ് ദിവ്യൻ. 1984 ഒരു ദിവസം മകനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കണമെന്നുള്ള ചിന്തയുമായി ശേഖരപിള്ളയുടെ മകളായ കുസുമത്തിൻ്റെ ഭർത്താവ് രാജേന്ദ്രൻ ശാന്തിഗിരി ആശ്രമത്തിലെത്തി. ഇവിടെ ഒരു ചെറിയ സ്കൂളുണ്ട്. ആശ്രമത്തിൽ വന്ന് ഗുരുവിനെ കണ്ടു. ഇവിടെ ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ, ബുദ്ധിമുട്ടാവില്ലേ? ഗുരുവിൻ്റെ ചോദ്യം. അത് അവരുടെ ജീവിതത്തിലേക്കുള്ള നിശബ്ദമായ വിളിയായിരുന്നു. രാജേന്ദ്രൻ്റെ ഹൃദയത്തിൽ ആ നിമിഷം തന്നെ ഗുരുവിനോടുള്ള അദൃശ്യമായ ബന്ധം പിറന്നു. ചില ബന്ധങ്ങൾ വാക്കുകളില്ലാതെ തന്നെ ഉണ്ടാകുന്നതാണ്. അന്നു മുതൽ രാജേന്ദ്രനും കുസുമവും ആശ്രമത്തിലെ സ്ഥിര സന്ദർശകരായി. ശേഖരപിള്ളയും ഭാര്യയും ആശ്രമത്തിൽ വന്നു തുടങ്ങി. യാഥാസ്ഥിതികമായ മാമൂലുകൾ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ പുരോഗമന ആശയങ്ങൾ ജീവിച്ചിരുന്ന ശേഖരപിള്ളയ്ക്ക് ശ്രീ കരുണാകര ഗുരു ഒരു ആന്തരിക വഴികാട്ടിയായി. പക്ഷേ രാഷ്ട്രീയത്തിൽ ഗുരുവിശ്വാസം പുറത്തു പറയുവാൻ അനുവദിച്ചില്ല കാലം. ഹൃദയത്തിനുള്ളിൽ നിശബ്ദമായി അത് സൂക്ഷിച്ചു. വിപ്ലവത്തിൻ്റെ മുദ്രകളുള്ള ആ ചിന്തകൾക്കും ആത്മീയതയുടെ സ്പർശമുള്ള ഗുരുവിൻ്റെ വാക്കുകൾക്കും അവിടെ ഒരു അത്ഭുത സംഗമമുണ്ടായി. അത് മാറ്റത്തിൻ്റെയും ആത്മീയതയുടെയും യാത്രയുടെ തുടക്കമായിരുന്നു. ലേഖ ടീച്ചർ തേമ്പാമൂട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ അധ്യാപിക മാത്രമായിരുന്നില്ല, ഒരു സ്നേഹത്തിൻ്റെ ശബ്ദമായിരുന്നു, ആശ്വാസത്തിൻ്റെ സംഗീതമായിരുന്നു. ഒരു അധ്യാപികയുടെ ഏറ്റവും വലിയ സമ്പത്തുകളിലൊന്ന് ശബ്ദമാണ്. അത് കുട്ടികളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് എത്തുന്നൊരു താളം. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി ആ ശബ്ദമൊന്നിടറി. പിന്നെ അത് പഴയ പോലെ ആകുന്നില്ല.
വീട്ടിലെത്തിയപ്പോഴും അങ്ങനെ തന്നെ ഭയം പതുക്കെ ഉള്ളിലേക്ക് കയറി തുടങ്ങി. പിന്നെ മെഡിക്കൽ കോളേജിലേക്ക്. വിദഗ്ധ പരിശോധനകൾ കഴിയുമ്പോൾ ഡോക്ടർമാർ വിധി എഴുതി ഓപ്പറേഷൻ വേണം. അപ്പോൾ ഭർത്താവ് ജയകുമാർ ഗൾഫിൽ. ഫോണിലൂടെ വന്ന വാക്കുകൾ അയാളുടെ നെഞ്ചിൽ തീ പോലെ വീണു. ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ എങ്ങനെ ഇതൊക്കെ നടക്കും? ആ ശബ്ദം വിറച്ചു. അത് യുദ്ധകാലമായിരുന്നു. ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് അവിടെ കുടുങ്ങിപ്പോയൊരു സമയം. വീട്ടിലെ ഏക ആശ്രയം ലേഖയുടെ സ്കൂളിലുള്ള ജോലിയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ രോഗം വരുന്നത്. ശബ്ദം പോയപ്പോൾ ലേഖയ്ക്ക് തോന്നി ജീവിതത്തിൻ്റെ ഒച്ച തന്നെ അടഞ്ഞുപോയെന്ന്. കുട്ടികൾ, ക്ലാസ്, ചിരികൾ എല്ലാം മൗനമായി മാറിയ പോലെ. അപ്പോൾ ചേച്ചിയായ കുസുമം പറഞ്ഞു, നീ ഗുരുവിനെ കാണണം. ലേഖയെ അവർ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുരു ശക്തിയുള്ള ആളാണ്. പറയുന്നത് പോലെ കേട്ടാൽ നിന്റെ അസുഖം മാറും. ലേഖയുടെ ഉള്ളിൽ പേടി. ഡോക്ടർമാർ പറഞ്ഞ പോലെ ഗുരുവും ഓപ്പറേഷൻ പറയുമോ? എൻ്റെ മക്കൾ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ പേടി കണ്ണീരായി മാറി. ഗുരുവിനെ കണ്ട നിമിഷം അവരുടെ ഹൃദയം തന്നെ ശാന്തമായി. എല്ലാം വിശദമായി പറഞ്ഞു. അപ്പോൾ ഗുരു വളരെ ലളിതമായി പറഞ്ഞു, ഓപ്പറേഷനൊന്നും വേണ്ട, എല്ലാം മാറും, ഞാൻ മരുന്ന് തരാം. ആ വാക്കുകൾ അവരുടെ ആത്മാവിൻ്റെ വെളിച്ചമായി. ഭയത്തിൻ്റെ ഇരുട്ട് പതിയെ നീങ്ങി. ഗുരു നൽകിയത് ഭസ്മവും വിളക്ക് എരിയിച്ച എണ്ണയും ഒരു ചെറിയ ലേഹ്യവും. പക്ഷേ അതിനൊപ്പം നൽകിയത് അതിലേറെ ശക്തമായിരുന്നു വിശ്വാസം, ഗുരുകൃപയുടെ ഉറപ്പും. അത് മരുന്നായി മാത്രമല്ല, പ്രാർത്ഥനയായി സ്വീകരിച്ചു. ഗുരുവിനെ കണ്ട കാര്യം ജയകുമാറിനോട് പറയുവാൻ അവർ അടുത്ത വീട്ടിലേക്ക് പോയി. ഫോൺ ചെയ്തു. കാര്യങ്ങൾ കേട്ട സമയത്ത് ഫോണിൻ്റെ അറ്റത്ത് ശബ്ദം കഠിനമായി. അതൊന്നും വേണ്ട, അതെല്ലാം മയക്കാനുള്ള മരുന്നാണ്. അത് കഴിച്ചാൽ നീ സ്വാമിയുടെ ആളായിപ്പോകും. ഞാനവിടെ ഇല്ലാത്ത സമയത്ത് നീ അതിനൊന്നും പോകരുത്. ആ വാക്കുകൾ ലേഖയുടെ ഹൃദയത്തിലൂടെ ഒരു മുറിവ് പോലെ കടന്നു. ഭയം അവരെ പൂർണ്ണമായി മൂടി. പക്ഷേ ഗുരുവിനെ കണ്ട നിമിഷം അവരുടെ ഉള്ളിൽ സംഭവിച്ച അനുഭവം അവർക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസവും ഭക്തിയോടെ ഓരോ തുള്ളിയും ഗുരുനാമം ചൊല്ലി അകത്തേക്ക് സ്വീകരിച്ചു. അപ്പോൾ അവരുടെ ശബ്ദം മാത്രമല്ല, ആത്മാവും സുഖപ്പെടാൻ തുടങ്ങി. മരുന്ന് കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഗുരു അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നത് പോലെ തോന്നി. ഒരു തണുപ്പ്, ഒരു പ്രകാശം, അത്ഭുതമായ ശാന്തത, വാക്കുകൾക്കതീതമായ സുരക്ഷാബോധം. അത് ബുദ്ധിയിൽ വിശദീകരിക്കുവാൻ പറ്റുന്നതായിരുന്നില്ല. അത് അനുഭവിക്കേണ്ട ഒരു ആത്മീയ ദർശനമായിരുന്നു, സ്പർശമായിരുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ലേഖ വീണ്ടും ഗുരുവിനെ കണ്ടു. ആ ഡോക്ടറെ പോയി കാണുക, ഗുരുവിൻ്റെ വാക്കുകൾ. വീണ്ടും പരിശോധനകൾ, റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഡോക്ടർമാർ പോലും അമ്പരന്നു. ഇവിടെ ഇങ്ങനൊരു രോഗമുണ്ടായിരുന്നതായി പോലും ചെറിയ ലക്ഷണം കാണിക്കുന്നില്ല. ലേഖയുടെ കണ്ണുകളിൽ ആനന്ദത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു. ഭക്തിയുടെ വിറയലോടെ അവർ ആകാശത്തേക്ക് നോക്കി. ഗുരുവേ എന്നൊരു ശ്വാസം മാത്രം. ഭർത്താവിനോട് എങ്ങനെ പറയും? ആശ്രമത്തിൽ പോകരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അവർ ഭർത്താവിനൊരു കത്തെഴുതി. ഗുരുവിൽ നിന്നുണ്ടായ അനുഭവം വാക്കുകൾക്കപ്പുറം തന്നെയാണ്. അത് പറയാൻ കഴിയില്ല, അത് അനുഭവിക്കണം. അവരുടെ ഹൃദയത്തിൽ അന്നൊരു സംശയം പോലും ശേഷിച്ചിരുന്നില്ല. ഗുരു മരുന്നല്ല തന്നത്, പുതിയൊരു ജീവിതമാണ്. മൂത്ത മകനായ അഖിൽ കോലിയക്കോട് സ്കൂളിൽ ചേർത്തു. പക്ഷേ അവനവിടെ ഒരു സന്തോഷവും ഉണ്ടായില്ല. മറ്റു കുട്ടികൾ സംസാരിക്കുന്നത് പോലെ അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. വാക്കുകൾ ഇടറിപ്പോകും, വിക്കുവരും. കുഞ്ഞുങ്ങൾ ചിരിച്ചു, കളിയാക്കി, അവനെ പരിഹസിച്ചു. ഓരോ ദിവസവും അവൻ്റെ കുഞ്ഞു ഹൃദയം കൂടുതൽ തകർന്നുകൊണ്ടിരുന്നു. ഞാനിനി സ്കൂളിൽ പോവില്ല, അവൻ വാശി പിടിച്ചു. അമ്മ പല ആശുപത്രിയിലും കയറി ഇറങ്ങി, ഡോക്ടർമാരെ കാണിച്ചു. വിക്കാണ്, പതിയെ മാറിക്കോളും. പക്ഷേ മാറിയില്ല. അവൻ്റെ കുഞ്ഞു മനസ്സിൽ നിരാശ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അവൻ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു. അമ്മയുടെ അസുഖം ഗുരുവല്ലേ മാറ്റിയത്, എങ്കിൽ എൻ്റേതും മാറും. 6 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ വിശ്വാസം അത്രയേറെ ആഴത്തിലായിരുന്നു. ഒറ്റയ്ക്ക് തന്നെ ഗുരുവിനെ കാണണം. ഒരു വലിയ ധൈര്യം എവിടുന്നോ അവൻ സമ്പാദിച്ചു. എല്ലാവരോടുമൊപ്പം വെക്കേഷൻ കർമ്മത്തിനായി ആശ്രമത്തിലെത്തി. ഒരു ദിവസം അവൻ ഒറ്റയ്ക്ക് ഗുരുവിൻ്റെ മുറിയിൽ കയറി. തടഞ്ഞ് എങ്ങനെയോ കുറച്ച് കുഞ്ഞു വാക്കുകൾ അവൻ പറഞ്ഞു. ഗുരുവേ, എനിക്ക് ഭയങ്കര വിക്കാണ്. ഗുരു അവനെ നോക്കി ചിരിച്ചു. അതിന് ഞാൻ എന്ത് ചെയ്യും മോനെ? കുഞ്ഞിൻ്റെ കണ്ണുകൾ തിളങ്ങി അത് കേട്ട്. ഉറച്ച മനസ്സോടെ അവൻ പറഞ്ഞു, ഗുരു എനിക്ക് ഭസ്മം തന്നാൽ മതി, അത് മാറിക്കോളും. ഗുരു വീണ്ടും ചോദിച്ചു, ഭസ്മം കഴിച്ചാൽ അതെങ്ങനെ മാറും?
കുഞ്ഞ് ഒരു നിമിഷം പോലും സംശയിച്ചില്ല, മാറും. അത് വിശ്വാസത്തിൻ്റെ ശുദ്ധമായ ശബ്ദമായിരുന്നു. അപ്പോൾ ഗുരു തൻ്റെ ഷോളിങ് മാറ്റി 2 കൈകളും കൊണ്ട് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്ന് കുഞ്ഞിൻ്റെ മുടി പൊങ്ങി നിൽക്കുകയായിരുന്നു. ഗുരു അവൻ്റെ മുടിയിഴകളിൽ സ്നേഹത്തോടെ തലോടിയിട്ട് പറഞ്ഞു, ഇവൻ്റെ മുടിയും കൂടി ശരിയാവാനുണ്ട്, കുഴപ്പമില്ല, അതും ശരിയാവും. പിന്നെ ഗുരു വിളിച്ചു, ഒരു പതി ഭസ്മം അവന് കൊടുക്കുക. അമൃതജനനി ഭസ്മമെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ നൽകി. അവൻ ഒരു നിധി കിട്ടിയതുപോലെ നെഞ്ചോടത് ചേർത്ത് പിടിച്ചു. ഒരു കുഞ്ഞു ഹൃദയം അന്ന് വിശ്വാസത്തോടെ നിറഞ്ഞു. വെക്കേഷൻ കഴിഞ്ഞ് കോലിയക്കോട് സ്കൂളിൽ അഖിലെത്തിയത് ഒരു പുതിയ കുട്ടിയെപ്പോലെയായിരുന്നു. വാക്കുകൾ ഒഴുകി, വിക്കില്ല, മുടിയുടെ മുനമ്പില്ല. അവനെ കളിയാക്കിയവർ വാപിടിച്ചു നിന്നു. അധ്യാപകരുടെ കണ്ണുകളിൽ അത്ഭുതം, കുട്ടികളുടെ മനസ്സുകളിൽ നിശബ്ദം. ഒരു കുഞ്ഞിൻ്റെ വിശ്വാസം ഒരു ഗുരുകൃപയായി അവിടെ ലോകത്തിനു മുമ്പിൽ സാക്ഷ്യമായി മാറി. 1993 ജയകുമാർ ഗൾഫിൽ നിന്നും തിരികെ എത്തി. വർഷങ്ങളുടെ അകലം, യുദ്ധത്തിൻ്റെ ഭയം, ജോലി നഷ്ടപ്പെട്ട വേദന എല്ലാം അയാളെ കൂടുതൽ കടുപ്പിച്ചു. ആശ്രമം, ഗുരു, പ്രാർത്ഥന ഇവയൊന്നും വീട്ടിപ്പാടില്ല. ലേഖയെയും മക്കളെയും ആശ്രമത്തിലേക്ക് പോകരുതെന്ന് കർശനമായി വിലക്കി. രാജേന്ദ്രനും കുസുമവും ആശ്രമത്തിൽ നിന്ന് വരുമ്പോൾ പ്രസാദവും മിഠായിയും കൊണ്ടുവരും. അച്ഛൻ കാണാതെ കുട്ടികളത് കൈപ്പറ്റും. ഒരു ചെറിയ സന്തോഷം. ഒരു ദിവസം ജയകുമാർ അഖിലിൻ്റെ കയ്യിൽ മിഠായി കണ്ടു. കോപം തീ പോലെ പൊട്ടിത്തെറിച്ചു. അത് പറിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു. അപ്പോൾ അഖിൽ തൻ്റെ മുഴുവൻ ധൈര്യവും കൂട്ടിപ്പറഞ്ഞു, എനിക്ക് ആശ്രമത്തിൽ പോകണമില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അത് ജയകുമാറിലൊരു ഇടിമിന്നൽ പോലെയായിരുന്നു. അദ്ദേഹം ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. സാധാരണ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായാൽ ഇറങ്ങിപ്പോവും. ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞേ മടങ്ങും. അതാണ് ശീലം. പിറ്റേന്ന് പുലർച്ചെ ദിവ്യൻ ആശ്രമത്തിലെ പ്രാർത്ഥനാലയത്തിന് മുമ്പിൽ ആരാധനയ്ക്കായി നിൽക്കുന്നു. ദിവ്യൻ ഞെട്ടിപ്പോയി. ഇത് കൊച്ചച്ഛനല്ലേ? അടുത്ത് നിന്ന ആളെ ശ്രദ്ധിച്ചു നോക്കി. അത് ജയകുമാറായിരുന്നു. ദിവ്യൻ കൊച്ചച്ഛനെയും കൂട്ടി ഗുരുവിൻ്റെ അടുത്ത് പോയി. വാക്കുകളില്ലാത്ത ഒരു നിമിഷം. അകത്തളങ്ങളിൽ എന്തോ ഒന്ന് ഇളകി മാറിയതുപോലെ. പതിവ് പോലെ രാത്രി കിടന്ന ശേഖരപിള്ള രാവിലെ 5 മണിയായിട്ടും ഉറങ്ങാതിരുന്നപ്പോൾ സരസമ്മ ഭർത്താവിനെ നോക്കി, എന്തു പറ്റി? ഉറക്കം വരുന്നില്ല. എന്താണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊരു ക്ഷീണം. ഗുരുവിനെ പ്രാർത്ഥിച്ച് കിടക്കുന്ന അപ്പോൾ ഉറക്കം വരും. സരസമ്മ ശാന്തമായി പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, നീ പ്രാർത്ഥിക്ക്. ആ സമയത്ത് അവർ കണ്ണുകൾ അടച്ചു. ഗുരുനാമം ഉരുവിട്ടു. ആ താളത്തിൽ ശേഖരപിള്ള ഉറങ്ങി. 8 മണിക്ക് എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു. പ്രഭാത ഭക്ഷണം കഴിച്ചു വീണ്ടും കിടന്നു. പിന്നെ കണ്ണു തുറന്നില്ല. 1994 ഒക്ടോബർ 11 അദ്ദേഹം നിശബ്ദമായി വിട പറഞ്ഞു. തിരുവനന്തപുരം കവടിയാർ തിപ്പോട്ടുകോണം ഭവനത്തിൽ കുട്ടൻ നായരുടെയും സരോജിനി അമ്മയുടെയും മകനായി 1954 നവംബർ 3 തീയതി കെ ജയകുമാർ ജനിച്ചു. എസ് വസന്തകുമാരി, കെ മുരളീധരൻ നായർ, എസ് വിജയകുമാരി, എസ് ജയലക്ഷ്മി, കെ വേണുഗോപാലൻ നായർ, കെ സുനിൽകുമാർ ഇവരായിരുന്നു സഹോദരങ്ങൾ. കവടിയാർ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സും ITA പഠനവും പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഗൾഫിലേക്ക് പുറപ്പെട്ടു. അവിടെ AC മെക്കാനിക്കായി സേവനമനുഷ്ഠിച്ചു. 1984 ലേഖയുമായുള്ള വിവാഹം. 3 വർഷങ്ങൾക്ക് ശേഷം അവർ കവടിയാറിൽ നിന്നും കോലിയക്കോട്ടേക്ക്. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയതിന് ശേഷം ആദ്യം ഒരു പലചരക്ക് കട തുടങ്ങി. 2003 ആശ്രമത്തിലെ വിവിധ യൂണിറ്റുകളിൽ സേവനം. തൻ്റെ കഴിവിനൊത്ത് എല്ലായിടത്തും ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്വത്തോടെയും ജോലി അദ്ദേഹം നിർവഹിച്ചു. മൂത്ത മകനായ അഖിൽ ആശ്രമ അന്തേവാസിയായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആശ്രമത്തിനായി പ്രവർത്തിച്ചു. 2006 ഫെബ്രുവരി 15 ഇളയ മകനായ ശാന്തിപ്രിയൻ ജനിച്ചു. തേമ്പാമൂട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും പോത്തൻകോട് മേരി മാതാ സ്കൂളിലും സേവനമനുഷ്ഠിച്ച ശേഷം 2009 മുതൽ ലേഖ ടീച്ചർ ശാന്തിഗിരി ആശ്രമത്തിൽ സേവനം ചെയ്തു. എല്ലാവരോടും സ്നേഹത്തോടെയും സമഭാവനയോടെയും പെരുമാറുന്നത് ടീച്ചറുടെ ഒരു പ്രത്യേകതയായിരുന്നു. പരാതിയും പരിഭവങ്ങളുമില്ലാതെ തികഞ്ഞ ഗുരുഭക്തിയായി അവർ ജീവിച്ചു. 2012 നെടുമങ്ങാട് സ്വദേശി ആശ്രമത്തിൽ സേവനം ചെയ്യുന്ന ത്രിദീശനുമായി മകൾ ആര്യയുടെ വിവാഹം നടന്നു. 2014 മുംബൈയിൽ ആശ്രമകാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്ന അഖിൽ ഒരു ദിവസം നാട്ടിലെത്തി.
ഗുരുദർശനത്തിനായി ചെല്ലുമ്പോൾ ശിഷ്യപൂജിത പറഞ്ഞു, അമ്മയെ ആശുപത്രി കൊണ്ടുപോയി കാണിക്കണം. തനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, പിന്നെന്തിന് ആശുപത്രി? ടീച്ചർ മനസ്സിൽ വിചാരിച്ചു. ഡോക്ടറെ പോയി കണ്ടു. പരിശോധനകൾ കഴിഞ്ഞപ്പോൾ ഒരു സത്യം മുന്നിൽ തുറന്നു. ഉള്ളിൽ ക്യാൻസർ നിശബ്ദമായി വളരുന്നു. ഒരു നിമിഷം പോലും ഭയത്തിന് ടീച്ചർ കീഴടങ്ങിയില്ല. വേദനയെയും മരണത്തെയും ഗുരുവിൻ്റെ നാമം ചൊല്ലിയാണ് അവർ നേരിട്ടത്. രോഗത്തിൻ്റെ കടുത്ത വേദനയിലും ആശ്രമത്തിലേക്കെത്തി. ഗുരുവിൻ്റെ കർമ്മങ്ങളിൽ പങ്കാളിയാകുവാൻ അവർ ഒട്ടും മടിച്ചില്ല. ആ ശരീരം ക്ഷീണിച്ചപ്പോൾ പോലും ആത്മാവ് പ്രകാശിച്ചു. 2016 ഡിസംബർ 16 രാത്രി 9 മണി തൻ്റെ 3 മക്കളെയും ഭർത്താവിനെയും ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ ഏൽപ്പിച്ച് ലേഖ ടീച്ചർ നിത്യതയിലേക്ക് നടന്നു. ഏകദേശം 9 മണിക്കൂർ കഴിഞ്ഞ് പുലർച്ചെ മകൾ ആര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഗുരുവന്ദന. ജീവിതവും മരണവും ഒരു ശ്വാസത്തിൽ ചേർന്ന നിമിഷം. അമ്മയുടെ മരണം ആര്യ അറിഞ്ഞിരുന്നില്ല. 16ാമത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാണ് ആ വേദനിപ്പിക്കുന്ന സത്യം അവളുടെ ഹൃദയത്തിലേക്ക് മിന്നലായി വീണത്. 2022 അഖിലിന് ഗുരുവിൽ നിന്നും ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ചു. ചിലർക്കത് നിയന്ത്രണമായി തോന്നാം, എന്നാൽ ചിലർക്കത് ത്യാഗമായി തോന്നാം. പക്ഷേ ബ്രഹ്മചര്യം നിഷേധമല്ല, അതൊരു ദിശയാണ്. ബ്രഹ്മചര്യം ശരീരത്തെ അടക്കുന്നതല്ല, അത് മനസ്സിനെ ഉയർത്തുന്നതാണ്. ലോകത്തിൽ നിന്നും ഓടിപ്പോകലല്ല, ലോകത്തെ ശരിയായ നിലയിൽ കാണാൻ പഠിക്കുന്നതാണ്. ബ്രഹ്മചര്യം മനുഷ്യനെ പുറം ലോകത്തു നിന്നും വേർപെടുത്തുന്നില്ല, അവനെ അകത്തേക്ക് നയിക്കുന്നു. 1 വർഷത്തിന് മുമ്പ് കഴുത്തിലൊരു ചെറിയ മുഴ കണ്ടപ്പോൾ ജയകുമാർ ഗുരുസ്ഥാനിയായ ശിഷ്യപൂജിതയെ സമീപിച്ചു. വിവരമറിയിച്ചു, വളരെ സൂക്ഷിക്കണം, ഇതൊരു വിഷമഘട്ടത്തിൻ്റെ സൂചനയാണ്. ഗുരുനിർദ്ദേശപ്രകാരം RCCയിലേക്ക് പോയി. പരിശോധനയ്ക്ക് ശേഷം വേദനിപ്പിക്കുന്ന ഒരു സത്യം വ്യക്തമായി. ക്യാൻസറിൻ്റെ അഡ്വാൻസ് സ്റ്റേജ്. ആദ്യകാലങ്ങൾ ചെറിയ ആശ്വാസമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ശരീരം വേദനയ്ക്ക് കീഴടങ്ങി. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. 2025 നവംബർ 21 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു വീടിൻ്റെ 2 ശ്വാസങ്ങൾ, ഭാര്യയും ഭർത്താവും. ഒരു ജീവിതത്തിൻ്റെ 2 കണ്ണുകൾ. ഒരേ ഗുരുകൃപയിൽ ഒരേ ശാന്തിയിലേക്ക് യാത്രയായവർ. നമ്മൾ കണ്ടത് ചിരിക്കുന്നൊരച്ഛനെയാണ്, കൈപിടിക്കുന്ന ഒരമ്മയെയാണ്. അച്ഛൻ്റെ സ്നേഹം ശബ്ദമില്ലാതെ ശക്തമായ ഒരു കയ്യൊപ്പാണ്, വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കരുത്താണ്. അമ്മയുടെ സ്നേഹം വാക്കുകളില്ലാത്ത പ്രാർത്ഥനയാണ്. മക്കൾ ഉറങ്ങുമ്പോൾ കാത്തിരിക്കുന്ന ദൈവീകമായ നിശബ്ദതയാണ്. അച്ഛൻ സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും സംസാരിച്ചില്ല, കാരണം ആ സ്വപ്നം തന്നെ മക്കളായിരുന്നു. അമ്മ സ്വന്തം വേദനകൾ പുഞ്ചിരിക്കുള്ളിൽ മറച്ചു. കുഞ്ഞുങ്ങളുടെ സന്തോഷം ആ ജീവൻ തന്നെയായിരുന്നു. അച്ഛനും അമ്മയും ഓർമ്മയായി മാത്രമല്ല, സ്വഭാവമായി, മൂല്യമായി, പ്രാർത്ഥനയായി ജീവിക്കുന്നു. മരണം ശരീരം നിശബ്ദമാക്കുമ്പോൾ ആത്മാവ് വിപുലമാക്കുകയാണ്. ശ്വാസം നിൽക്കുമ്പോൾ സ്വാധീനം ആരംഭിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ അനുഭവങ്ങൾ ഒരു സത്യം പഠിപ്പിക്കുന്നു. ഗുരുവിശ്വാസം വേദനയെ ഉണക്കുന്നു, കണ്ണീരിനെ പ്രാർത്ഥനയാക്കുന്നു, മരിച്ചവർക്ക് നിത്യശാന്തി നൽകുന്നു, ജീവിച്ചിരിക്കുന്നവർക്ക് ധൈര്യവും ദിശയും നൽകുന്നു. ലേഖയും ജയകുമാറും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഗുരുവിൽ അഭയം കണ്ടെത്തി. അവരുടെ യാത്ര ഇന്ന് ഭക്തിയുടെ സാക്ഷ്യമാണ്. അത് അവസാനമല്ല, അത് മറ്റുള്ളവരുടെ ഉള്ളിൽ തുടരുന്ന ജീവിതമാണ്. സദ്ഗുരുവേ ശരണം.